ഒന്ന് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കൈൻഡിക് എനർജിയുടെ ഫോർമുല ഹാഫ് എം വി സ്ക്വയർ ആണ്. അപ്പോൾ ഇനീഷ്യലി നമ്മൾ ഇടിക്കാനായിട്ട് മുന്നേ നമ്മുടെ അതായത് ഹാമർ വെച്ചിട്ട് പിറ്റ് ഉണ്ടാക്കാനായിട്ട് മുന്നേ ആണ് ഇനീഷ്യൽ യു സ്ക്വയർ എന്ന് പറയുന്നതായിരുന്നു 0 ആയിരുന്നു. അതുപോലെ നമുക്ക് എത്ര ഹൈറ്റിൽ വരെ ഇട്ടാക്കാൻ പറ്റും, എത്ര ഹൈറ്റ് വരെ നമുക്ക് കുഴി കുത്താൻ പറ്റും, ഇത് എത്രത്തോളം ഇറങ്ങാൻ പറ്റുന്ന ഭൂമിയിൽ അത്രത്തോളം നമുക്ക് കുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് 10 അത്ര വരെ നമുക്ക് പറ്റുള്ളൂ ഇൻറ്റു ഗ്രാവിറ്റി. അപ്പോൾ 2gh കിട്ടി, വി സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. അപ്പോൾ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 2 × 9.8 ഇൻറ്റു അതിൻ്റെ ഹൈറ്റ് 10 196 കിട്ടി. നമുക്ക് ഈ വി സ്ക്വയർ നമ്മൾ ഹാഫ് എം വി സ്ക്വയറിൽ ഇട്ട് കൊടുത്തു നമ്മുടെ ഈ ഇതിൽ. അതുപോലെ നമ്മൾ മാസ് തന്നിട്ടുണ്ട്, നമ്മൾ ഹോൾ സെറ്റപ്പിൻ്റെ എത്രയാണ് 1000 തന്നിട്ടുണ്ട്. അപ്പോൾ ഹാഫ് ഓഫ് എം വി സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് 98,000 കിട്ടി. അതായത് പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി 0 ആയിരുന്ന സമയത്ത് അത് 98,000 ആണ്. ഈ പൊട്ടൻഷ്യൽ എനർജി 0 ആയ സമയത്ത് കൈനറ്റിക് എനർജി എത്രയാണ് കിട്ടിയത്? 90,000 ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്തെന്ന് പറയണത്, ഈ പിറ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയ സമയത്ത്, അതായത് നമ്മൾക്ക് കൈനറ്റിക് എനർജി നമ്മൾ യൂസ് ചെയ്യാൻ ഫോം ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എന്താ ഉണ്ടായത്? ഇവനാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പിറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാമർ കേട്ടോ. അപ്പോൾ ഹാമർ ഇതാണ് മാക്സിമം നമുക്ക് ഇവിടെ വരെ എത്താൻ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ലെവല്. അപ്പോൾ ഈ പോയിന്റിൽ എത്തനായിട്ട് തൊട്ട് മുമ്പുള്ള വെലോസിറ്റി മാക്സിമം വെലോസിറ്റി ആണ്. ആ സമയത്ത് കൈനറ്റിക് എനർജി മാക്സിമം ആണ്. ആ സമയത്ത് പൊട്ടൻഷ്യൽ എനർജി എന്താണ്? 0 ആണ്. അതായത് ഫുൾ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് മാറി പിറ്റ് ഉണ്ടാക്കി നമ്മൾ. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താ? ടോട്ടൽ എനർജി ഓഫ് ദി ഹാമർ ജസ്റ്റ് ബിഫോർ ടച്ചിങ് ദി പില്ലിൻ്റെ ഗ്രൗണ്ട് ലെവലിൽ എത്തനായിട്ടും ജസ്റ്റ് മുമ്പ് വരെയുള്ള ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി ജസ്റ്റ് ബിഫോർ ടച്ചിങ് ദി പില്ലായിരിക്കും. ആ സമയത്ത് പൊട്ടൻഷ്യൽ എനർജി 0 കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 98,000 ആയിരിക്കും. നമുക്ക് ഇതിന് എന്ത് കൺക്ലൂഷനാണ് മനസ്സിലായത്? എന്ത്? ഇനീഷ്യലി നമുക്ക് പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉണ്ടാവുന്നുള്ളൂ പീൽ ചെയ്യാനായിട്ട് മുന്നേ. പക്ഷേ നമുക്ക് പീൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ വെൻ ഇറ്റ് റീച്ചസ് ജസ്റ്റ് എബവ് ദി ഗ്രൗണ്ട് നമുക്ക് എനർജി എന്തായിട്ട് മാറി? ട്രാൻസ്ഫോം ആയി. എന്തായിട്ട് മാറി? കൈനറ്റിക് എനർജി ആയിട്ട് മാറി. എനർജി ലൂസ് ഉണ്ടായിട്ടില്ല, എനർജി ട്രാൻസ്ഫോം ആണ് ഇവിടെ ഉണ്ടായിരിക്കണത്. ഒരെണ്ണം കംപ്ലീറ്റ് ആയിട്ട് വേറൊരാളായിട്ട് മാറാണ് ചെയ്യണത്. നമുക്ക് ആ എനർജിനെ കുറയ്ക്കാനും പറ്റില്ല, കൂട്ടാനും പറ്റില്ല.